സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വേറൊന്നുമല്ല, ഞാൻ ഒരു ചെറിയൊരു രൂപം കാണിച്ചിട്ടുണ്ട്. ഇത് പറ്റിയ നമ്മുടെ ഇങ്ങനെ കിട്ടിയത് ഒരു ചെറിയ ടോയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കി കളിച്ച എല്ലാവരും ഇപ്പോൾ മിക്ക കുട്ടികൾക്കും അതിനൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പക്ഷെ ഇന്ന് വെച്ചാൽ എനിക്ക് സംശയമുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലാണ്ട് ഇതിനെക്കുറിച്ച് കുറേ എക്സ്പീരിമെൻറ്റ്സ്, പിന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇത് നമ്മൾ ചെറുതല്ല, ഇത് വെറുതെ ചെറുതായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ഇത്തിരി വലിയൊരു സാധനമാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടത്താലോ. അങ്ങനെ വച്ചാൽ നമ്മളിവിടെ നമ്മുടെ നോട്ട്ബുക്കിൽ നിന്നാണ് നമ്മൾ പേപ്പർ എടുത്തേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 സൈസ് പേപ്പറും വേണമെങ്കിൽ കളർ പേപ്പർ ഉള്ളവർ കളർ പേപ്പർ എടുക്കുക. ഇനി ഞാൻ ഇവിടെ നോട്ട്ബുക്കിൻ്റെ സെൻറ്റർ പേജാണ് ഞാൻ കീറി എടുത്തേക്കണത്. ഇനി ഇത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വച്ചാൽ നമ്മളിവിടെ മറ്റേ ഒരു സ്കെയിൽ എടുത്തിട്ട് കറക്റ്റായിട്ടൊരു പേനയിൽ അളവ് അനുസരിച്ച് വരക്കുക. നിങ്ങൾക്ക് ഇത്തിരി ബിഗ് സൈസ് വേണമെങ്കിൽ ഇത്രയൊക്കെ കൂട്ടാം. മാക്സിമം ഇങ്ങോട്ടൊന്നും പോകരുത്. കറക്റ്റ് ഞാൻ എടുക്കണ ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതേ വെച്ചാൽ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇതുമാരെ നമ്മളിവിടെ ഇങ്ങോട്ട് മുഴുവൻ ഇവിടെ വരച്ച് വെക്കാം ഇതേ അളവിൽ. അങ്ങനെ ഞാനിവിടെ ഇത് വരച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക വെച്ചിട്ട് ഇതുവരെ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇത് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വച്ചാൽ നമ്മുടെ കട്ടിങ് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ഇതെല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളൊരു സെൻറ്റർ പേജ് നോട്ട്ബുക്കിൻ്റെ ഇതാണ് കട്ട് ചെയ്തപ്പോഴാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മേക്കിംഗ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണാനായിട്ട് നമുക്ക് ഇത്ര ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതെല്ലാം മാറ്റി വെച്ചു. നമുക്ക് ആദ്യം വേണ്ടത് 2 എണ്ണമാണ് ഇതിൽ നിന്ന്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇത് കറക്റ്റ് അളവിൽ ഇതുമാരെ ഇതാക്കിയിട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വെച്ചാൽ നമ്മളിത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ച ഭാഗത്തിലേക്ക് ആദ്യം ഒരു ഫോൾഡ് ഇതുമാരെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഇനിതാ നമ്മളിത് ഇങ്ങനെ മടക്കുന്നു. പിന്നെ അതുമാരെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതുമാരെ ഇങ്ങനെ 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 അങ്ങനെ നമ്മളിത് ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നേരെയാക്കി കൊടുക്കണം. അങ്ങനെ നമ്മളിത് ഇവിടെ നമ്മുടെ ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ 2 കൂടി എടുക്കുമ്പോൾ എടുത്തിട്ട് നമ്മളിത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കും. പിന്നെ ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മുടെ മേക്കിംഗ് പ്രോസസ്സ് ഇതുമാരെ ഒന്നും കൂടി തുടങ്ങും. അപ്പോൾ നമ്മൾ ഇനിയുടെ പശ തേച്ച് ഇത് 2 സൈഡും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡും പശ വെച്ച് ഒട്ടിച്ചു. ഇനി നമ്മുടെ സെയിം പ്രോസസ്സ് തന്നെ എവിടെ നിന്നാണ് ലാസ്റ്റ് ചെയ്തത് അവിടെ നിന്ന് ഇതുമാരെ മടക്കി യോജിപ്പിക്കണം. ഇതിൽ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് വെക്കുക. പിന്നെ പശ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എവിടെയെങ്കിലും പശ വന്നു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഒട്ടിപ്പോകുമ്പോൾ ഇതുമാരെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ വിടർത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഇത് തോന്നും. അപ്പോൾ ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആകും. അങ്ങനെ ഞാൻ ഇത് കുറേ നേരം ചെയ്തു, കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത് കാണിക്കണത്. അപ്പോൾ എനിക്ക് അതിൽ 1-2 പ്രാവശ്യം ഇതുവരെ അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കണേ. നമ്മുടെ രണ്ടാമത്തതും നമ്മൾ ഇതുമാരെ ഗ്ലൂ ഗണ്ണ് ചെയ്യുന്നു. ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിക്കും. അങ്ങനെ വച്ചാൽ നമ്മളിത് ഒരു പേപ്പർ അങ്ങനെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വച്ചാൽ നമ്മൾ ഒരു പേപ്പർ അല്ല ഇനിയും കിടക്കണത് സംഭവം ഇനിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞായിരുന്നു വീഡിയോയുടെ തുടക്കം തന്നെ. അപ്പോൾ ഒരു പേപ്പറിൻ്റെ ഇത് ഇങ്ങനെയാണ് ഇരിക്കണത്.
ഇനി നമുക്ക് 2 പേപ്പർ 3 പേപ്പർ അങ്ങനെ 4 കുറേ അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സമയം ഒന്നും കളയാനുള്ള നമ്മൾ വേഗം നമ്മുടെ പ്രോസസ്സിലേക്ക് കിടക്കണം. അങ്ങനെ വച്ചാൽ അങ്ങനെ നമ്മളിതേ ഇത്ര നോക്കിയിട്ടാ ഇത്ര നോക്കിയത് ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതായിരിക്കും. ഇപ്പോൾ മണി 9:30. എനിക്ക് സംശയമുണ്ട് ഇതേ കാണിച്ചു തരാം. 9:30 കറക്റ്റ് 9:30 കറക്റ്റല്ല 5 ഇത്തിരിയൊക്കെ നടത്തായി. ഇത് ഇത്ര ഒന്നുമല്ല, ഇനിയുണ്ട്. ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ 9:30 മേളിലാവും. ദേ വച്ചാൽ വരെ ഇത്രയൊക്കെ ഉണ്ട്. ഇനി ഇത് മൊത്തം ചെയ്തിട്ടേ ഇനി കിടക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൊത്തം ചെയ്യാം. അങ്ങനെ വച്ചാൽ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ ഇതായി കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതേ ഇനി ലാസ്റ്റാണ്. ഇനി ഒന്നുമില്ല. ഇനി നമ്മളിതേ ഒരു 3 പേജ് 4-5 പേജ് നമ്മളെടുത്ത് 3 എടുത്തപ്പോഴും. കാരണം 3 പേജ് എടുത്തപ്പോൾ നമുക്കൊരു ഇത്തിരി ഇതായിട്ട് ഒരുമിച്ച് നമ്മൾ ഉദ്ദേശിച്ച അത്രയും കിട്ടിയില്ല. നമ്മൾ 3 എടുത്തപ്പോൾ. അപ്പം 5 എടുത്തപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേ ഇത്തിരി കൂടിയും പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 4 എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കണമെന്നില്ല, നമ്മളെന്തായിരുന്നാലും 5 എടുത്തു പോയി. അപ്പോൾ 5 തന്നെ എടുക്കണേണ്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിനി ഇത് ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചെയ്യേണ്ടത് നമ്മൾ ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുമാരത്തെ ഇത്തിരി ഗ്യാപ്പൊക്കെ കാണും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മടക്കൂലേ, അപ്പോൾ ഇത് ഇങ്ങനെ മടക്കണം, ഇതിലൊന്നും ചെയ്യരുത്. അപ്പോൾ ഇതിൽ വേസ്റ്റ് വന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് പശ വെച്ച് ഒട്ടിക്കണം. ഇത് അങ്ങനെ നമ്മൾ പശ എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഇത് കണ്ട റോള് നമ്മുടെ സ്പ്രിങ് എന്നാണ്, വേപ്പർ സ്പ്രിങ് അങ്ങനെയൊക്കെ പറയാം ഇതിൻ്റെ ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് നമ്മുടെ ആ സംഭവം. അങ്ങനെ വെച്ചാൽ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. സംഭവം ഇത്ര ഒന്നുമല്ല, ഇത്ര ഉണ്ടെങ്കിലും ഇത് വിട്ട് കഴിഞ്ഞാൽ ഇത്ര ഉണ്ട് വെച്ചാൽ കണ്ടോ. ഒരാൾക്ക് എന്നെ ഒരു പൊക്കമുണ്ട് ഇതിലുണ്ടോ. ഇത് എന്നെ ഒരു പൊക്കമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൈ കൂടി എത്തല്ല, കൈ പൊക്കിയൊന്നും കൂടി എത്തണില്ല. ഇത്ര 3 വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5 നോട്ട്ബുക്കിൻ്റെ സെൻറ്റർ പേജ് 5x5 10. സാധാരണ ഇങ്ങനെ കിട്ടണമെങ്കിൽ 10 പേജ് എടുത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. അപ്പോൾ എന്താ നമ്മൾക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പേജൊക്കെ വെച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും കിട്ടിയുള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു ഇത് വെച്ച് കുറച്ച് എക്സ്പീരിമെൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല എക്സ്പീരിയൻസിലേക്കാണ്. അപ്പോൾ മച്ചാന്മാരെ ആദ്യത്തെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ചെക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിത് ഇത് റൗണ്ട് ഉണ്ടോ, ഇത് വിടർത്തി കഴിഞ്ഞാൽ മടക്കി എടുക്കാനായിട്ട് ഭയങ്കര ഒരു ടാസ്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകണം. ഇതിൻ്റെ അല്ല, ഇതിനെത്ര വെയിറ്റ് താങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ മേത്തേക്കൊരു 6 സ്ക്വയർ സ്കെയില് വെക്കണുണ്ട്. അപ്പോൾ ഇത് തന്നെ ഇരിക്കാണ്ടിട്ടോ, ഇത് തന്നെയൊക്കെ ഇരിക്കണം. ഞാൻ പ്രതീക്ഷിക്കണത് ഒരു ഇത്തിരിക്കും വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുമെന്നാണ്. ഇനി നമുക്കിത് സാധനം കണ്ട് വെച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛന്മാരെ. നെക്സ്റ്റ് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാ വെച്ചാൽ ഇനിയൊരു വലിയൊരു പണി എടുക്കാൻ പോണേണ്. അതിശയിച്ചു പോണ്. ഇത്രയും വെയിറ്റ് ഇത് താങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഏതൊക്കെ ചളുങ്ങി മച്ചാമര് ഇത് ഇരിക്കണണ്ട, ഒരു മടങ്ങല് കൂടി ഇല്ലാണ്ട് ഇത് സ്മൂത്തായിട്ട് ഇരിക്കണം. ഇത് മറിഞ്ഞു വീഴും. മച്ചാമര് ഇതേ
ഇത് യാതൊരു കുഴപ്പമില്ലാണ്ടാണ് നിൽക്കണം. ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചു വെച്ചാൽ പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. അപ്പോൾ ഇതിലെ വെയിറ്റിൽ ഇത് പാസ്സായേക്കണേണ്. നമ്മുടെ വെയിറ്റിൽ ഈ സാധനം പാസ്സായി. നെക്സ്റ്റ് അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ വെച്ചപ്പോൾ ഇത് ചാമ്പ്യന്മാരായി. ഇനി നമ്മൾ നേരെ മറിച്ചാണ് വെക്കണത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വെയിറ്റ് താങ്ങുമെന്നാണ് നമ്മൾ നോക്കണുള്ളൂ. ഇതിനെ തോപ്പിച്ചിട്ട് തന്നെ കാര്യമിരിക്കണ്. അപ്പോൾ ആദ്യം ഇത് വെക്കുക. ഇത് മറിഞ്ഞ് വീഴുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വെയിറ്റിൽ ഇതിനൊന്നും സംഭവിക്കില്ല എന്നെനിക്ക് വിശ്വസിക്കാം. ഇത്രയും വെയിറ്റൊക്കെ ചുമക്കുന്നുണ്ട് ഇത്. എന്നിട്ട് ഇത് സ്പ്രിങ് പോലെ സ്മൂത്ത് ആയിട്ടാണ് ഇത് കണ്ടോ മച്ചാൻ. ഇതിലേക്ക് വെറുതെ സിമ്പിളാണെന്ന് പറഞ്ഞാണ് ഇത് വീഴ്ത്തുന്നത്. ഇതാണ് നമ്മുടെ സ്പ്രിങ്. അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ നമ്മുടെ ഈ പേപ്പർ സ്പ്രിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.